അത് രാവിലെ 5:30 ആയതേ ഉള്ളൂ. നമ്മുടെ കുരിശിൻ്റെ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുവാണ്. അരമണിക്കൂറോളം അവിടെ എത്തിയിട്ട് വേണം മുകളിലേക്ക് കയറാൻ. പള്ളിയുടെ അടുത്തായിട്ട് അവിടം വരെ പോകണം. അപ്പോൾ മോർണിംഗ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. ഹാവ് എ നൈസ് ഡേ. നമ്മൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്കാണ് ഇപ്പോൾ കയറുന്നത്. കയറ്റം ആയതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റുകയില്ല. കുറച്ച് വീഡിയോസ് കാണാം. നമ്മളതിൻ്റെ അടുത്തോട്ട് എത്താറാവാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് എത്താറാവുന്നു. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരെയാണ് ഈ പ്ലേസ്. ആൾക്കാരൊക്കെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രിഗേഷൻ്റെ എല്ലാ നിയോഗങ്ങളെയും ജെസ്സിയമ്മയെയും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് കോൺഗ്രിഗേഷനായിട്ട് മരിയാലയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയെ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോ മക്കളുടെ ആവശ്യങ്ങൾ ഈശോയോട് ചോദിച്ച് സാധിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ മലയുടെ മുകളിലെത്തി. ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. മെഡ്ജുഗോറി ഒരു വളരെ ചെറിയ ഗ്രാമമായിരുന്നു. ഒട്ടും പ്രശസ്തി ആർജിച്ച സ്ഥലമല്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കൊണ്ട് മാത്രം പ്രശസ്തി ആർജിച്ച ഒരു കൺട്രിയാണ് ഈ മെഡ്ജുഗോറി സിറ്റി. ഇപ്പോൾ രാത്രി സമയമാണ്. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് കയറി പോരാൻ പറ്റും. നമ്മളങ്ങനെ കുരിശിൻ്റെ അവിടെ എത്തി. ഒത്തിരി പേരവിടെ എത്തിയിട്ടുണ്ട്. സോറി, കുരിശിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഉള്ള താഴത്തെ കാഴ്ചകളാണ്. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ 1933 നമ്മൾ വെള്ളം പോലും കുടിക്കാതെയാണ് കയറി. തൊണ്ട വരണമെന്നുണ്ട്. ശരിക്കും വെള്ളം കുടിച്ചാൽ പിന്നെ നമ്മൾ കയറാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല. ഏതായാലും വിജയകരമായി പൂർത്തിയാക്കി. ഇനി താഴെ ഇറങ്ങിപ്പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുർബാന സംബന്ധിക്കണം, പള്ളിയിലൊന്നും കൂടെ പോകണം. അപ്പം ഈ കുരിശിൻ്റെ വഴിയിൽ നിങ്ങളെല്ലാവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 1933 സ്ഥാപിക്കപ്പെട്ടതാണ്. ഞങ്ങളങ്ങനെ ഇതേ മല കയറി ഇറങ്ങി കേട്ടോ. എൻ്റെ ഈശോയെ നന്ദി. ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇതിലിപ്പോൾ പല ബസ് രണ്ടര കയറി, പിന്നെ ടാക്സി വിളിച്ചു. ഇതിപ്പോൾ ഞങ്ങൾ നേരെ കാറിനാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ നേരെ
ഇവിടുന്ന് 10:30 ഫ്ലൈറ്റ്. വീട്ടിലെത്തുമ്പം 12:30 1 മണിയൊക്കെ ആവും. ബൈ ടു ദിസ് എയർപോർട്ട്, സ്പ്ലിറ്റ് എയർപോർട്ട്. ബൈ ടു മെഡ്ജുഗോറി. ഫ്ലൈറ്റ് 1.25 മണിക്കൂർ ലേറ്റാണ്. ഇപ്പം വന്നേക്കുന്നതേ ഉള്ളൂ. രാവിലെ അടുത്ത യാത്രയുണ്ട് ഞങ്ങൾക്ക്. അപ്പം എല്ലാവർക്കും ബൈ. ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിച്ചു. ട്രെയിൻ വരുന്നുണ്ട്. ഈ ട്രെയിനിന് കയറി നമ്മൾ പോകുന്നത് ജനോവയ്ക്കാണ്. നമ്മൾ കയറി റോമ ടെർമിനൽ ഇറങ്ങിയിട്ട് അവിടുന്ന് 11:45 ട്രെയിന്. ഈ വരുന്ന ട്രെയിന് നമ്മളിപ്പോൾ ഇറങ്ങും. ഓക്കെ, ഇവിടെ എത്തിയത് കേട്ടോ. ടണലിനകത്തൂടെയാണ് വന്ന് കയറിയേക്കുന്നത് കേട്ടോ. നമ്മൾ ട്രെയിനിലാണ്. ഇച്ചിരി ഫാസ്റ്റായിട്ടുള്ള ട്രെയിനാണ്. 5 മണിക്കൂർ കൊണ്ട് എത്തുന്ന ട്രെയിനാണ്. ജനോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനോവ എത്താൻ പോകുന്നു നമ്മൾ. ഏത് റൂട്ടാണ് അത് കണ്ടിട്ട് കാര്യമില്ല. ടിക്കറ്റ് അറബിയും കണ്ടില്ല. ക്രിസ്റ്റഫർ അതൊരു കപ്പലാണ്. ഒരു കപ്പലിൻ്റെയാണ്. ഞങ്ങൾ അതെടുത്താണ്. ഞാൻ അവിടെ കൊളംബസ് കപ്പൽ. ജോർജ് ഫ്രാൻസിസ് അതെയോ? ഇവിടുത്തെ കൊമേഴ്ഷ്യൽ ഓഫീസസ് ഉള്ള സ്ഥലമാണ് ജനോവയിലെ. അവിടെ 3-4 പേപ്പർ ചോദിച്ചു നമ്മുടെ അവിടെ. അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. നമ്മളിന്ന് രാവിലെ അക്വേറിയം കാണാൻ വേണ്ടി വന്നേക്കുവാണ്. അക്വേറിയ ഡി ജനോവ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അക്വേറിയം. ഇവരൊക്കെ അങ്ങനെ കയറി തുടങ്ങി. ഷാജൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ജെസ്സിയമ്മയ്ക്ക് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ലിഫ്റ്റ് കയറി മുകളിൽ പോകാം. സ്റ്റെപ്പ് കയറി മുകളിൽ പോകും. ഞാൻ വീഡിയോ അങ്ങോട്ട് എനിക്ക് അറിയാവോ? ഇന്നലെ നമ്മൾ കണ്ട കപ്പൽ വരുവാൻ കപ്പൽ കയറും. വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് പേടിച്ച് നിൽക്കുന്നത്. നീരാളി ജെസ്സിയമ്മ, അത് നീരാളി. നമ്മുടെ എന്തൊക്കെ സാധനങ്ങളാണ് എന്തൊക്കെയാണ്. എല്ലാത്തിനെയും കുറിച്ച് ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നോക്കി പോകാനുള്ള സമയം നമുക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പടപടാന്ന് ഇങ്ങനെ നോക്കി പോവാണ്. അങ്ങോട്ട് നോക്കി ക്ലീൻ ചെയ്യുന്ന നമ്മുടെ അടുത്തോട്ട് വരുവാ. ടച്ച് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഓരോ സ്ഥലത്തും പോയി പോയി കിടക്കാന്ന് അവിടെ പോയി നിന്നു. അതെടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ വീഡിയോ ആയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. ഭയങ്കര ലോങ് ആയിട്ടുള്ള എക്സലേറ്റർ. താഴെ കൂടെ കുറച്ച് കാണാനുണ്ടെന്ന് തോന്നുന്നു. ഒരു ശരിക്കും കൃത്യമായ ഒരു ഐഡിയ കിട്ടുന്നില്ല. ജെസ്സിയമ്മയൊക്കെ ഇവിടെ ലിഫ്റ്റ് വഴി ഇറങ്ങി വരുന്നു. ഇതേ കാക്കകളുടെ ഫോട്ടോയാണ്.
കാക്കേനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അതേ വരുന്നു, അത് അങ്ങ് അറ്റത്തുണ്ട്. ബോളിട്ട് കളിയാണ്. കണ്ട കണ്ട ബലൂൺ ഇട്ട് കളിക്കുന്നു. അതെ ഇവിടെ 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 ഇതിന്റെ ബോള് കളിയാണേ. കളിക്കുന്നതാണ്, ഒന്തിക്കൊണ്ട് നടക്കുന്നത്. പക്ഷെ അതൊരു ചാട്ടത്തിനാണെങ്കിൽ നമ്മൾ അതിന്റെ ഫുൾ ഷേപ്പ് കാണാം. അവിടെ രണ്ടെണ്ണം കൂടെ പക്ഷെ ചില സ്ഥലങ്ങൾ കാണാം ചാട്ടി പിടിക്കുന്നു. നമ്മൾ ജനോബയിലെ അവസാന കാഴ്ചകളിലേക്ക് പോകുന്നു. സിമിത്തേരി കാണാൻ ഇറങ്ങിയ സിമിത്തേരി. ഇവിടെ ഒരു സിമിത്തേരി ഭയങ്കര നല്ല ഗ്രാൻഡായിട്ട് ചെയ്യുന്ന സ്ഥലമാണ് ജനോബ. ഓരോരുത്തരുടെയൊക്കെ ഓരോരുത്തരൊക്കെ ഇറക്കിയേക്കുന്നത് അതല്ലേ. ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള സിമിട്രികളാണ്. ഇവിടെ ഒരു പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നേ, പുള്ളിക്കാരത്തെ ജീവിതം ജോലി ചെയ്ത് ഒരു ഓരോരുത്തരുടെ സിമിത്തേരികളാണ് ഇങ്ങനെ ആക്കിയാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് മൊത്തം. എത്ര പഴയതാന്ന് നോക്കി. എന്താ ഇതൊക്കെ പഴയ, ഒത്തിരി പഴയത്. 1882 1791 തൊട്ട് അടക്കിയേക്കുന്നൊക്കെ അതിനകത്തുണ്ട്. 1857 ഒരുപാട് വർഷങ്ങളുണ്ട്. 1859 ഇങ്ങനെ പഴയ ഒത്തിരി വർഷങ്ങൾ വഴക്കമുള്ള സംഭവമാണ്. 44 19 1819 വർഷം ഒക്കെ ഉള്ളത്. അതിന് മുമ്പുള്ളതൊക്കെ ഉണ്ടെന്ന് 12. ഇങ്ങനെയാണ് ഓരോരുത്തരുടെ ഇതനുസരിച്ച് വെച്ചിരിക്കുന്നത് മെമ്മറിയായിട്ട്. സെമിത്തേരി അലങ്കാരം ഇതിന് ഇവർ അലങ്കരിക്കുന്ന നവംബർ 2 ആകുമ്പോഴാണ്. പുറത്തുണ്ട് കേട്ടോ അവരെ പുറത്തിങ്ങനെ. ഇത് ഭയങ്കര നമ്മളുടെ ഓരോ പള്ളിക്ക് സെമിത്തേരികളില്ല. ഇത് കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് സെമിത്തേരി ആയിട്ട് ഏക്കറുകൾ അവരിങ്ങനെ സെമിത്തേരി ആയിട്ട് ആക്കി വെക്കും. അതാണ് ഈ കാണുന്നത്. ഇതൊക്കെ 2001 ഉണ്ടത്. ഇപ്പം തൊട്ട് വരെ ഉള്ളതുണ്ടെന്ന് തോന്നുന്നു. ഇത് അങ്ങ് മുകളിലോട്ട് ഇത്രയല്ല കേട്ടോ, ഒരുപാടുണ്ടെന്ന് അങ്ങോട്ട്. ഇതൊക്കെ സാധാരണക്കാർ ഇത് സെമിത്തേരി. മറ്റേത് നമ്മൾ കണ്ടത് പൈസക്കാരുടെ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉണ്ട് ആ പള്ളി പോലെയൊക്കെ കാണുന്നതൊക്കെ ഓരോരുത്തർ ഒരു ഫാമിലിയോ അങ്ങനെ ഇറക്കിയേക്കുന്നിടത്ത് പോലെ പള്ളി പോലെ ഉണ്ടാക്കിയേക്കുന്നതാണ്. കുറേ ദൂരേക്ക് മുകളിലോട്ട് കയറിയൊക്കെ ഉണ്ട്, സ്റ്റെപ്പ് കയറിയൊക്കെ പോകുന്നു. അതിനകത്തും ഉണ്ടെന്ന് തോന്നല്ലേ ആ സൈഡ്. ഇതിനേക്കാളും നല്ല പാവം. നമ്മൾ നോക്കി ഇവിടെ അതാ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്. കറക്റ്റാ. യെസ്
കോടമഞ്ഞ് വീശി വരുന്നുണ്ടോ? ഇത് മഞ്ഞ് കൂടുന്ന കേട്ടോ, കാണാൻ പറ്റാത്ത പോലെ മഞ്ഞായിക്കൊണ്ടിരിക്കും. അന്തോനിസ്യാളുടെ പള്ളിയിലെത്തി. പക്ഷെ മഴയാണേ, മഴ പെയ്യുന്നുണ്ട്. അതുവായിൽ അങ്ങനെ എത്തി. കെട്ടിയെടുക്കേണ്ടതുകൊണ്ട് ഞാൻ നിൽക്കുക. ഈ അന്തോനിസ് പുണ്യാളൻ്റെ ക്യാമ്പസിൽ തന്നെ വന്നിരുന്ന് ഞങ്ങൾ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുവാണ്. എല്ലാ റൈസ് കഴിച്ചു. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധ അന്തോനീസിൻ്റെ അഴുകാത്ത നാവിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. അഴുകാത്ത നാവിരിക്കുന്ന സ്ഥലം അതാണ് ഇവിടെ കാണിക്കുന്നത്. പലരുടെയും ഇങ്ങനെ എന്താണ്, ഓരോരുത്തരുടെ ഇങ്ങനെ ഓൾത്താരയായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. പള്ളിക്കാ ഇവിടെ വെക്കുവാണ്. ഇതൊക്കെ ഓരോ ആൾക്കാരുകളും ചാപ്പൽ, ഇത് മെയിൻ ചാപ്പലൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്കങ്ങനെ കറക്റ്റായിട്ട് പറയാനറിയത്തില്ല സത്യം. ഇത് നമ്മൾ അന്തോനിസ്യാളുടെ കബറിടം ദൂരെന്ന് കണ്ടൊക്കെയാണ്. പിന്നെ കുറേ അന്തോനിസ്യാളിൻ്റെ ഓരോ അവിടെ വരെ അന്തോനിസ്യാളിൻ്റെ ടൂമ്പിൻ്റെ വശമാണ് ഫ്രണ്ട് വശം. പ്രാർത്ഥന ഇംഗ്ലീഷിലില്ലാത്തതുകൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഈ ചാപ്പലിനകത്ത് ഓരോ ചെറിയ ചെറിയ ചാപ്പലുകൾ, ഈ പള്ളിക്കകത്ത് ചെറിയ ചെറിയ ചാപ്പലുകളാണ്. മഡോണ മോർ, ക്ലീനിങ് അല്ലേ.
ചെറിയ ചെറിയ ആൾക്കാരുകൾ എല്ലാ പള്ളികളിലും ഉണ്ട് അങ്ങനെ. ആ ആ ഇതാണോ വിശുദ്ധ അന്തോണീസിൻ്റെ കല്ലറയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ടൂംബ് ഓഫ് സെയിൻറ്റ് അന്തോണി. ഇതൊക്കെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയവരിങ്ങനെ വെച്ചിരിക്കുന്നതാണ്, ഫോട്ടോസ് കാര്യങ്ങൾ. ഇത് അന്തോണീസ് പുണ്യാളൻ്റെ കല്ലറയാണ്. ഇവിടെ തൊട്ടെല്ലാവരും പ്രാർത്ഥിച്ചു പോകുന്നു. കല്ലറയുടെ പുറകുവശത്താണ് നമ്മൾ തൊടുന്നത്.